ഹായ്, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഇപ്രാവശ്യം നാഷണൽ ഫിലിം അവാർഡ് 2024 കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, കൺഗ്രാജുലേഷൻസ് ടു നമ്മുടെ മമ്മൂക്ക. ബ്രഹ്മയുഗത്തിലൂടെ വീണ്ടും 4ാമത് നാഷണൽ അവാർഡ് മേടിക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നാഷണൽ അവാർഡ് ഇതിൽ തോന്നിയത് അമരന് കിട്ടിയ അവാർഡാണ്. ബെസ്റ്റ് ഡയറക്ഷൻ എന്ന രീതിയിൽ അമരന് കിട്ടിയത് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. രാജ്കുമാർ പെരിയസ്വാമിക്കാണ് ബെസ്റ്റ് ഡയറക്ഷന് പ്രാവശ്യത്തെ 2024 ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയത്. പക്ഷേ ഈ 2 അവാർഡുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പല അവാർഡുകളും വെൽ ഡിസർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. പലതും എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതും പല മേജർ സിനിമകളെ അവര് അവഗണിച്ചിട്ടുണ്ട്. പല സിനിമകൾക്ക് അവർ കൊടുത്ത അവാർഡുകൾ കിട്ടേണ്ട പടത്തിന് കൊടുക്കാത്തതും തമ്മിൽ ഒരു വിചിത്രമായ കണക്ഷനുണ്ട്. നമുക്കതിലേക്ക് വളരെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എന്നാലും എല്ലാ നാഷണൽ അവാർഡ് കിട്ടിയ ആൾക്കാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കിട്ടാത്തവരെ കുറിച്ചിട്ടും കൊടുത്തതിനെ കുറിച്ചിട്ടുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതില് എന്റെ മാത്രം അഭിപ്രായമാണ്. അത് നിങ്ങൾ യോജിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ യോജിക്കുന്നവരുണ്ടാവാം. യോജിക്കുന്നവർക്കും യോജിക്കാത്തവർക്കും എന്റെ കമന്റ് സെക്ഷനിൽ വരാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകാനാണെങ്കിൽ ഇതില് ബെസ്റ്റ് ആക്ടർ മമ്മൂക്കയ്ക്ക് കൊടുത്തതിനൊപ്പം ബെസ്റ്റ് ആക്ടർ കൊടുത്ത മറ്റൊരു നടനാണ് കാർത്തിക് ആര്യൻ, ചന്തു ചാമ്പ്യൻ എന്ന് പറഞ്ഞ പടത്തിന്. ആ പടം ഞാൻ കണ്ടതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പടം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേ ഒരു ബെസ്റ്റ് ആക്ടറിന് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇവൻ മഹാരാജയിലെ വിജയ് സേതുപതി, മെയ്യഴകനിലെ കാർത്തി, പിന്നെ അങ്ങനെ കുറെ സിനിമകളിൽ പല ആളുകളും വെൽ ഡിസർവിംഗ് ആയിരുന്നു. ഷെയർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ കാർത്തിക് ആര്യനെക്കാട്ടും എത്രയോ ബെസ്റ്റ് ചോയ്സുകൾ ഉണ്ടായിരുന്നു, ആർക്കും കൊടുത്തില്ല. പേഴ്സണലി ഞാനാണെങ്കിൽ വിജയ് സേതുപതിക്ക് കൊടുത്തേനെ. പിന്നെ ബെസ്റ്റ് ആക്ട്രസ് നമ്മുടെ ഉർവശിക്ക് കിട്ടിയ കൊല്ലമാണ് 2024 ഉള്ളൊഴുക്ക് എന്ന പടത്തിന് അതിഗംഭീര അഭിനയമായിരുന്നു ഉർവശി കാഴ്ചവെച്ചത്. ആ പടം പരാമർശിച്ചിട്ട് പോലും ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയടിക്ക് യാമി ഗൗതത്തിന് ആർട്ടിക്കിൾ 370 എന്ന പടത്തിനുള്ള ആക്ടിങ്ങിന് കൊടുത്തിരുന്നു. ആ പടത്തിന് തന്നെയാണ് ബെസ്റ്റ് പിക്ചർ കൊടുത്തേക്കുന്നത്. ഈ പടം എന്ന് പറയുന്നത് ഒരു പ്രൊപ്പഗാണ്ട പടം തന്നെയാണ്. അതായത് ബി ജെ പി സർക്കാരിനോട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ പൊളിറ്റിക്കലി മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പല മെയിൻ ക്രിട്ടിക്സും പല സ്ഥലങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്ന പടം തന്നെയായിരുന്നു ആർട്ടിക്കിൾ 370. ആ പടത്തിന് ബെസ്റ്റ് പിക്ചർ കൊടുത്തതും ബെസ്റ്റ് ആക്ട്രസ് കൊടുത്തതും ക്ലിയർ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിൽ വേറെ ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. പിന്നെയും കുറെ അവാർഡുകൾ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ഒരു അവാർഡ് പോലുമില്ല. കിഷ്കിന്ധകാന്തം ഒരു അവാർഡില്ല. എന്തുകൊണ്ട് ഒരു അവാർഡും പോലും കൊടുക്കുന്നില്ല മഞ്ഞുമൽ ബോയ്സിന്? അറ്റ്ലീസ്റ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഡക്ഷനോ സെറ്റോ അങ്ങനത്തെ കാറ്റഗറിയിലെങ്കിലും ഒരു അവാർഡ് മിനിമം കിട്ടേണ്ടതാണ്. ഈവൻ പല റൈറ്റിംഗ് ആക്ടിങ്ങിലും കിട്ടാവുന്ന പടം തന്നെയാണ് കിഷ്കിന്ധകാന്തം. സ്റ്റിൽ ഫോർ മീ ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഓഫ് ദ 2024 എൻ്റയർ ഇന്ത്യൻ സിനിമയിൽ അതിന് കിട്ടിയിട്ടില്ല, പരിഗണിച്ചിട്ടേ ഇല്ല. അത് ടോട്ടലി അവോയ്ഡഡ് ആണ്. എന്നിട്ട് ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഇവർ കൊടുത്ത പടം എന്ന് പറയുന്നത് പുഷ്പ 2 ആണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടായിരിക്കാം, ഹയസ്റ്റ് ഗ്രോസിംഗ് പടങ്ങളിൽ ഒന്നാണ് പുഷ്പ 2 എന്ന് വിചാരിച്ച് അതിന് ഏറ്റവും ഒരു സിനിമയ്ക്ക് കൊടുക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് അവാർഡായിട്ട് ഞാൻ മാത്രമല്ല നിങ്ങൾ ഭൂരിഭാഗം പേര് കരുതുന്ന അവാർഡാണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, പിക്ചറൊക്കെ, ആക്ടിംഗ് ഒക്കെ. അതിലൊരു അവാർഡാണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ്. അത് കിട്ടാൻ വേണ്ടി മാത്രം എന്താണ് ആ പടത്തിലുള്ളത് എനിക്കറിയില്ല. ഒരു തരത്തിൽ അർഹിക്കുന്നില്ല. വേർസ്റ്റ് പത്തറ്റിക് ഡിസ്കസ്റ്റിംഗ് അവാർഡാണ് പുഷ്പ 2 കൊടുത്തതെന്ന് ഞാൻ പറയാനുള്ളൂ. അതിൽ ഒരു സംശയം വേണ്ട. ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഈ എൻ്റയർ നാഷണൽ ഫിലിം അവാർഡിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ പുഷ്പ 2 ബെസ്റ്റ് സ്ക്രിപ്റ്റ് കൊടുത്തതായിരിക്കും അതിലെ ഏറ്റവും ടോപ്പ്, ഏറ്റവും വേർസ്റ്റ്, ഏറ്റവും പത്തറ്റിക്. പിന്നെ വേറെ ചില അവാർഡുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ അമരന്റെ കേസ് പറഞ്ഞു. അമരന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കൊടുത്തു നാഷണലിൽ. പക്ഷെ ബെസ്റ്റ് തമിഴ് ഫിലിം അതാണോ? അല്ല. ബെസ്റ്റ് ഫിലിം അതാണോ? അല്ല. ഇനി ബെസ്റ്റ് ഫിലിമായിട്ട് തമിഴ്നാട്ടിൽ കൊടുത്തേക്കണത് രായനാണ്, ധനുഷിന്റെ. അതൊരു കൊമേഴ്ഷ്യൽ പടമാണെന്ന് നോക്കിയാണെങ്കിൽ ആ രീതിയിൽ ഓക്കെ. പക്ഷെ എന്ത് വാല്യൂ ആണ് ബെസ്റ്റ് ഫിലിം എന്ന രീതിയിൽ? മഹാരാജയ്ക്കില്ല, ഈ പറഞ്ഞ അമരനില്ല, മെഴകനില്ല. എന്നിട്ട് കൊടുത്തേക്കണത് രായന്. എന്നിട്ട് ഈ രായന് ഡയറക്ടറോ വേറെ എന്തെങ്കിലും അവാർഡ് ഉണ്ടോ? ഇല്ല. ഇനി ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ പടത്തിനാണ് സോഷ്യൽ വാല്യൂ ഉള്ള പടം എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണത്. ഫുൾ ഒരു ധനുഷ് ഓറിയന്റഡ്. അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു ധനുഷ് ഒരു എഫക്റ്റ് അവിടെ കാണുന്നുണ്ട്. മെയ്യഴകിന് മേജർ ഒരു അവാർഡ് പോലുമില്ല. വളരെ സങ്കടം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമാണ് ആ കാര്യത്തില്.
മഹാരാജ ഈ പറഞ്ഞ കിഷ്കിന്ധകാന്തും മഹാരാജും തമ്മിലാണ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹയസ്റ്റ് കോമ്പറ്റീഷൻ ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചത്, സ്ക്രിപ്റ്റ് വൈസോ ആക്ടിങ് വൈസോ ഒക്കെ. ആ 2 പടത്തിനും ഒരു അവാർഡ് പോലും കൊടുത്തില്ല. മഹാരാജയ്ക്ക് എന്നിട്ട് ഇനി വേറൊരു വിരോധാഭാസം, മഹാരാജയ്ക്ക് ആക്ഷന് കൊടുത്തിരിക്കുന്നു. ബെസ്റ്റ് ആക്ഷൻ മഹാരാജയാണ്. ആക്ഷനിൽ വേറെ എത്ര പടങ്ങളുണ്ട്, ഈ പറഞ്ഞ പുഷ്പയ്ക്ക് കൊടുത്താലും കുഴപ്പമുണ്ടാകുന്നില്ല. ഇവൻ പുഷ്പ പോട്ടെ, കൽക്കിക്ക് കൊടുത്തൂടെ? കൽക്കിക്ക് അവർ ജനപ്രിയ ചിത്രം കൊടുത്തു, അത് നല്ല അവാർഡാ, ഓക്കെ, ജനപ്രിയ അവാർഡുകൾ. പക്ഷെ ആക്ഷനോ സൗണ്ടിനോ കൽക്കിക്കില്ല. ആക്ഷൻ മഹാരാജയ്ക്ക് കൊടുത്തു, എന്തോന്നത്? പിന്നെ പറഞ്ഞിട്ട് സൗണ്ട് പുഷ്പയ്ക്ക് അതായത് സൗണ്ട് വേറെ ഏത് പടത്തിനാ കൊടുത്തേക്കണത്. എന്നിട്ട് പുഷ്പയ്ക്ക് കോസ്റ്റ്യൂം കൊടുത്തു കേട്ടോ, അതും കോമഡിയാണ്, ഓക്കെ ശരി, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെ. പക്ഷെ കൽക്കിക്ക് കിട്ടേണ്ട ബെസ്റ്റ് ആക്ഷൻ അവാർഡ് എടുത്തിട്ട് മഹാരാജയ്ക്ക് കിട്ടേണ്ട ബെസ്റ്റ് സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ആക്ടിങ് അവാർഡ് എടുത്തിട്ട് ചന്തു ചാമ്പ്യനോ അല്ലെങ്കിൽ പുഷ്പ 2 പോലത്തെ പടങ്ങൾക്കും കൊടുത്തേക്കുക. എന്ത് ലോജിക്കാണിത്? എല്ലാ ഇൻഡസ്ട്രിയും സൂചിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം. പല പൊളിറ്റിക്കൽ അജണ്ടകൾ മീറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഈ നാഷണൽ അവാർഡ് സക്സസ്ഫുൾ ആണ്. കാരണം മലയാളത്തിന് ബ്രഹ്മയുഗം കൊടുത്തിട്ടുണ്ട്, അത് 100% വെൽ ഡിസേർവ്ഡ് ആണ്, മമ്മൂക്കയ്ക്ക് അർഹിക്കുന്ന അവാർഡാണ്. പക്ഷെ മേജർ ഒറ്റ അവാർഡുകൾ മലയാളത്തിന് കൊടുത്തിട്ടില്ല. കുറെ സിനിമകൾ അവോയ്ഡ് ചെയ്തു, മഞ്ഞുമലയെ, ഉള്ളൊഴുക്ക്, കിഷ്കിന്ധ എന്നൊക്കെ. ഇവൻ ബ്രഹ്മയുഗത്തിന് വരെ മേജർ വേറെ അവാർഡുകളില്ല. തമിഴിൽ ഇഷ്ടംപോലെ അവാർഡുകൾ ഇതുപോലെ നെഗ്ലക്ട് ചെയ്തു, കൊടുക്കേണ്ട അവാർഡുകൾ കൊടുക്കാണ്ട് വേറെ അവാർഡുകൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തുക, അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റുകൾ. ഇപ്പൊ തമിഴന്മാർക്ക് പറയാം, തമിഴ്നാട്ടിലത്തെ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മികച്ച ഡയറക്ടർ കൊടുത്തേക്കണത് അമരനാണ്, അത് അർഹിക്കുന്ന അവാർഡാണ്, ഒരു സംശയം വേണ്ട. ഹിന്ദിക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് പിക്ചർ അവർക്കാണ്, ബെസ്റ്റ് ആക്ടർ അവർക്കാണ്, ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. പുഷ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്, തെലുങ്കിൽ കിട്ടിയിട്ടുണ്ട്, ഈവൻ ബംഗാളി, ഗുജറാത്തി, ആസാമീസ് ഇവർക്കൊക്കെ പലതരത്തിലുള്ള അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇൻഡസ്ട്രീനെ സൂചിപ്പിച്ചിട്ടുള്ള കുറെ പൊളിറ്റിക്കൽ അജണ്ടകൾ ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു അവാർഡാണ് ഈ നാഷണൽ ഫിലിം അവാർഡ്. മൊത്തത്തിൽ ഇതിന്റെ ഒരു വാല്യൂ ഓരോ വർഷം കഴിയുന്നതോറും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് ഇതിന് മാറ്റം സംഭവിക്കാന്ന് എനിക്കറിയില്ല. മാറ്റം സംഭവിച്ചാൽ വളരെയധികം നല്ലത്. വീണ്ടും പറയുന്നു, ബ്രഹ്മയുഗത്തിന് അവാർഡ് കൊടുത്തതിൽ 100% ഞാൻ ഹാപ്പിയാണ്. മാമരന് ബെസ്റ്റ് ഡയറക്ടർ കൊടുത്തത് നല്ല അവാർഡാണ്. കൽക്കിക്ക് ബെസ്റ്റ് ജനപ്രിയ ചിത്രം കൊടുത്തത് നല്ല അവാർഡാണ്. അമരന് ബെസ്റ്റ് മ്യൂസിക് BGM കൊടുത്തത് വെൽ ചോയ്സ് ആണ്. അങ്ങനെ നല്ല ചോയ്സുകൾ കുറച്ചുണ്ട്, കുറെ ബാഡ് ചോയ്സസ്. ഇതാണ് ഇപ്രാവശ്യത്തെ നാഷണൽ ഫിലിം അവാർഡ്. ഇങ്ങനത്തെ അവാർഡുകൾ വരാതിരിക്കട്ടെ, നന്നാവട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.